ഈ നടുവേദന ഉടനെ എങ്ങ് പോകുന്ന ഒരു ലക്ഷണവും ഇല്ല. ഇവിടുത്തെ ചികിത്സ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പം അടിമുടി ഒന്ന് തിരുമിച്ച് നോക്കിയാലോ. എടോ, ഇങ്ങനെ 2-3 ജോലിയും അതിന്റെ പിന്നാലെ ഓവർ ടൈമും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നാൽ എങ്ങനെ തന്നെ നടുവേദന പറയും? ഈ തിരുമ ചികിത്സയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താമരച്ചേട്ടടുത്ത് ചോദിച്ചാൽ മതി. പുള്ളിക്കാരന്റെ ഭാര്യ അവിടത്തെ ഒരു സ്ഥിരം സന്ദർശിക്കുക എന്ന് വെച്ചാൽ വർഷം എത്രയായി ഡബിൾ ജോലി തുടങ്ങിയിട്ട്? മാസാമാസം വരുന്ന ബില്ലടക്കണമെങ്കിലേ ജോലി ചെയ്തല്ലേ പറ്റൂ. തനിക്ക് ഗുണനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത സായിമാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാം. പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ. ഇവിടുത്തെ കടങ്ങൾ ഇന്നോ നാളെയോ വല്ലതും തീരുമോ? കാറിന്റെ ലോൺ അടഞ്ഞു തീരുമ്പോഴത്തേക്കും വീടിന്റെ തുടങ്ങും. വീടിന്റെ കട ഏതാണ്ട് അടച്ചു തീരാറാകുമ്പോഴത്തേക്കും പിള്ളേരുടെ കോളേജ് പിടുത്തം തുടങ്ങും. പിന്നെ അവരുടെ കല്യാണം. സമാധാനമായിട്ടൊന്നും മരിക്കാൻ പോലും പറ്റില്ല. അതിനും വേണം ചുരുങ്ങിയത് $10,000. എൻ്റെ ഡാഡി മമ്മി തമ്മിൽ കണ്ടിട്ട് 2 weeks ആയി. ഡാഡി ജോലിന്ന് പറയുമ്പം മമ്മി ജോലിക്ക് പോകും. ഞാൻ ഈ മനുഷ്യനോട് എത്ര പ്രാവശ്യം പറഞ്ഞ ജോലി എന്ന് പറയാൻ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്ര മലയാളി നഴ്സസിനാണെന്നറിയാവോ നടുവേദനയുടെ പ്രശ്നം? ജോലി എടുക്കുവാണെങ്കിൽ നമ്മുടെ താമരച്ചേട്ടൻ ചെയ്യുന്നില്ലാണ്. ആഴ്ചയിൽ 7 ദിവസമെങ്കിലും പുള്ളിക്കാരൻ അവധി എടുക്കും. പുള്ളിക്കാരൻ അവധി എടുക്കുന്ന ദിവസങ്ങളിൽ ഭാര്യയെ കൃത്യമായി ജോലിക്ക് പറഞ്ഞു വിടുകയും ചെയ്യും. എവളോട് ഞാൻ പറഞ്ഞു മടുത്തു. ഒരു ജോലി മാത്രം ചെയ്ത് ജീവിതം കളയരുത്. എവിടെ കേൾക്കാൻ? ഇപ്പോഴാണ് പിള്ളേർക്ക് എന്നേലും പരിചയമുണ്ട്. ഇനി അതോടെ ഇല്ലാതാക്കണോ? എടോ, ഇങ്ങനെ ജോലിയുടെ പിന്നാലെ പായുമ്പോൾ പ്രായവും അതേ വേഗതയിൽ സഞ്ചരിക്കുകയല്ലേ. ജീവിതം സമയവും നമ്മളും തമ്മിലുള്ള ഓട്ട മത്സരമാകുമ്പോൾ കുടുംബജീവിതം വഴിയോര കാഴ്ചകൾ പോലെ പിന്നോട്ട് മാഞ്ഞുകൊണ്ടിരിക്കും. അത് മറക്കണ്ട. ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാനും ഇതുപോലെ പൈസ ഉണ്ടാക്കാനും അവസരം കിട്ടുമ്പോഴല്ലോ നമ്മളത് മുതലെടുക്കണം. ലോകത്ത് എത്രയോ പേര് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിക്കുന്നു. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ചെറിയ ജോലിയുള്ളവരും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ബെൻസ് കാറും വലിയ വീടും ഒക്കെ ചാടി കയറി അങ്ങ് മേടിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ അതിന്റെ പേയ്മെന്റിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ കപ്പാസിറ്റി അറിഞ്ഞു വേണ്ട ചിലവാക്കാൻ. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്നു മുതലാണ് ഒരു കുറ്റമായത്? കൊടിയും പിടിച്ച് അവകാശങ്ങളും പ്രസംഗിച്ച് പണി ചെയ്യാതെ നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ? നേതാവ് പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ സ്വയം തലയിൽ എടുത്തു വയ്ക്കുന്ന അമിതമായ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ പലരും ആരോഗ്യവും കുടുംബവും ഉപേക്ഷിച്ച് കഷ്ടപ്പെടുന്നത്. ചിലപ്പം തോന്നും ഇവിടെ ഉള്ളവർ പറയുന്നതാ ശരിയെന്ന്. നമ്മൾ നാളത്തെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി ഇന്ന് കടന്ന് നരയിക്കുന്നു. ഇവിടെ ഉള്ളവർ ഇന്ന് തകർത്തു വരുന്നു. നാളെ പറ്റി യാതൊരു ചിന്തയും ഇല്ല. യു ഓൺലി ഗെറ്റ് വൺ ലൈഫ്. മലയാളീസ് ക്യാഷ് കെട്ടനെ കൊണ്ടേ പോയി ബാങ്കിൽ ഇടും. നാളെ മരിച്ചാൽ പോയ ഇതെല്ലാം വേസ്റ്റ് ആയല്ലേ. അപ്പോൾ നിന്റെ തിയറി അനുസരിച്ച് നാളെ മരിച്ചാ ഇന്ന് അടിച്ചു പൊളിച്ചത് ലാഭ. പക്ഷെ മരിച്ചില്ലെങ്കിലോ വയസ്സാം കാലത്തെ ഉരുട്ടി വിഴുങ്ങാൻ നീ എന്ത് ചെയ്യും?